വെൽക്കം ടു മിനി ബ്ലോഗ്. അവസാനം വരെ വെയിറ്റ് ചെയ്യുക. യഥാർത്ഥ അച്ചായത്തിൻ്റെ അടി കാണാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ മമ്മിയും അമ്മച്ചിയും കൂടി ചർച്ചയിലായിരുന്നു. എൻ്റെ കൂടെ എനിക്ക് മമ്മിയുടെ വക ആക്കലും വഴിയെ അറിയാം എന്താണ്. മകന്റെ മകളാ കരഞ്ഞത് അബോധാവസ്ഥയിലായി. അപ്പനും അമ്മയും അതിനെ ഉറക്കം ശരിക്കും പോലും കഴിഞ്ഞിട്ടില്ല. ുള്ള നാട്ടുകാരെ കക്കത്തുമലയിലെ ഗണപതിയുടെ വാഹനമായ എലികളെ മൊത്തത്തിൽ കക്കത്തുമലയുടെ മകനായ ജോർജ് കുട്ടി മൊത്തത്തിലങ്ങ് വാങ്ങിയിരിക്കുന്നു. സഹോദരങ്ങളെ എടുക്ക്, ഗണപതിയുടെ വാഹനത്തിനെ ഞാനിന്ന് പിടിച്ചു, ഇന്ന് മുതൽ എൻ്റെ വാഹനമാണ് എന്ന് പറഞ്ഞു വിജയനിലായിട്ട് ഇരിക്കുന്നുണ്ടാകാം. എൻ്റെ കണ്ണിപ്പെടും, ട്രാപ്പിലും വീഴും. കണ്ട അതിന്റെ കണ്ണ് കണ്ട് എന്തും മിടുക്കനായിട്ട് നല്ല സൂര്യൻ ഉദിച്ചു വരുന്ന വീട്ട്. മാതാവിന്റെ കണ്ണി മാത്രം പെടില്ല. അമ്മ അത് ഇങ്ങനെ നല്ല കാര്യം ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തതിന് പകരം ആക്കിളിന്റെ ആറാട്ടായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ. ചുമ്മാ ഇരിക്കുന്ന സമയത്തായിരിക്കും മമ്മിക്ക് ഓരോ കഥകൾ ഓർമ്മ വരുന്നത്. അത് കേട്ട് അമ്മച്ചി ഒടുക്കത് ചിരി. റിലാക്സ് മരിയേ. ഞാനും ഇറങ്ങി അമ്മച്ചിയുടെ കൂടെ അമ്മയുടെ തോട്ടത്തിലോട്ട്. എനിക്കിപ്പോ ആരും ഒറ്റയെടുക്കണം, മഴത്തോരൊന്നും കേൾക്കാൻ. എന്തൊരു പാഞ്ചാലിയോ? പാഞ്ചാലിയുടെ ആയിരുന്നു വസ്ത്രാക്ഷേപം നടത്തിയത്. നേരം ശ്രീകൃഷ്ണൻ അവിടെ അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ മമ്മി. ബന്ധമില്ലാത്ത കാര്യമൊക്കെയാ പറയുന്നത്. മേക്കൂട്ടായതുകൊണ്ട് നമ്മുടെ ഏതം തോട്ടം കാണാൻ രസാ. അയ്യോ, അത് എടുക്കാതിരുന്ന പ്രശ്നമാകുന്ന എനിക്കറിയാം, അതുകൊണ്ടല്ലേ എടുക്കുന്നേ. ഇത് കണ്ട കുഞ്ഞ പൂ വരെ അതേ വന്നു. റോസാനിപ്പോ ഇത് നോയുമ്പോ തുടങ്ങിയ പിന്നെ എന്ന് റോസാപ്പൂ കൊടുക്കും. മമ്മിയുടെ ഏതം തോട്ടം. അപ്പുറത്തൊക്കെ മുളക് പഴുത്ത് നിൽക്കുന്നത് കാണൂ കുട്ടി. തക്കാളി, എഴുതന, കാന്താരി, വെണ്ട. എന്റെ മുല്ലയൊന്ന് കിളുത്തു വരട്ട് മുല്ലക്കുട്ടപ്പ. ഇത് ജമന്തി, ഇത് മുല്ല, പയറ, ഇത് ചെമ്പരത്തി എന്ന് പറയും. മലയാറ്റൂർ മലയും കയറി എൻ മക്കൾ വന്നപ്പോൾ മലയാറ്റൂരു നിന്നൊരു തൈ കൊണ്ടുവന്നു. കുരുമുളക് കണ്ടോ, നീ കണ്ടോ കുരുമുളക്, കുരുമുളക്, സൈസ് മുളക്, കാന്താരിയല്ല. ഇത് ഉണ്ടമുളകല്ലേ? ഇത് ഉണ്ടയല്ല, നീളം വെക്കും. അത് കപ്പളങ്ങ കണ്ടോ. ഇത് പ്ലാവ്, കുഞ്ഞു കൊല കുഞ്ഞു പ്ലാവ്, കായ്ക്കാത്ത പ്ലാവ്. ഇത് വെള്ളമുളക്. അത് പേര. അത് കഴിഞ്ഞാൽ അതിനപ്പുറത്തുള്ളത് റംബുട്ടാൻ. യെസ്, ഇതൊന്ന് വെട്ടിയതിന് ശേഷം പിന്നെ ഒരു പഴം പോലും ഉണ്ടായിട്ടില്ല. അതിന് ഈ മഴ കഴിയുമ്പോൾ എല്ലാരും അങ്ങ് പുഷ്പിക്കും. പുഷ്പിച്ച് കാകളാകും, കൊണ്ടുപോയിക്കോളും. ഒന്ന് ഇച്ചിരി റെസ്റ്റ് എങ്കിലും എടുക്കാവോ? വീട് തുറക്കുമ്പോൾ 12 മണിയാകും. അപ്പോൾ സർവ്വ സാധനങ്ങളും പോയി കഴിയും. അവിടെ പണി നടക്കുന്നുണ്ടാവല്ലോ, കാണുന്നില്ലല്ലോ. ഇതെവിടെ പോയി? അയ്യോ, കൃഷിക്കാരിയുടെ മോള് തന്നെ ചുട്ടുപൊള്ളുന്ന വെയിലത്തും പണിയെടുക്കാനും. എന്നിട്ട് അവിടെ വേദന ഇവിടെ വേദന. മാതാവേ വാ. കാടിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ. മാധവപ്പള്ളിയിലെ കുട്ടപ്പൻ്റെ മോള് തന്നെ. കുട്ടപ്പൻ്റെ അന്നക്കുട്ടിയുടെ മോള്. ഈ വർഷത്തെ കർഷകശ്രീക്കുള്ള അവാർഡ് മിക്കവാറും മരിയക്കുട്ടിക്ക് തന്നെ കിട്ടും. മേരി സെലിൻ. അത് കഴിഞ്ഞിട്ട് ഫുഡിങ്ങായി. പിന്നെ രാവിലെ തൊട്ട് അമ്മച്ചി പറയുന്നുണ്ട് വീട്ടിൽ പോകണം എന്ന്. ഓണത്തിന് ഞാൻ കൊണ്ടുവന്നയാ, ഒരാഴ്ചയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയിട്ട് സമ്മതിക്കുന്നില്ല. ഞാൻ അപ്പോഴത്തേക്ക് ഇച്ചിരി സ്നേഹം കൊണ്ടങ്ങ് വെച്ചു. ആ സ്നേഹത്തിൻ്റെ ഫ്രണ്ടിൽ അമ്മച്ചി ഫ്ലാറ്റ്. പിന്നെ ഒരാഴ്ച കൂടെ അങ്ങ് നിൽക്കാന്ന് പറഞ്ഞു. ഞാനൊരു സിപ്പ് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും അമ്മച്ചി ആ ഡയലോഗ് ഞാൻ തിരിച്ച് ക്ലാസ് കൊടുത്തു. പിന്നെ അമ്മച്ചിയുടെ ഗുഡ് ബുക്ക് ലിസ്റ്റിലെ ടോപ്പ് പേരുകളിൽ എൻ്റെ പേരുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞാൽ കേൾക്കാതിരിക്കുന്നല്ലോ അമ്മച്ചി. അമ്മച്ചി ഹാപ്പി, ഞാൻ ഹാപ്പി. താങ്ക് യു ഗൈസ്. പിന്നെ കാണാം.